ആലോചിച്ചോണ്ടിരിക്കുന്നത്? വീടിന്റെ പ്ലാൻ എല്ലാം റെഡി ആയില്ലേ? അല്ല, ലച്ചു ചേച്ചി പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ലച്ചേച്ചി സാധനമൊക്കെ വാങ്ങിക്കാൻ പോയതല്ലേ, അതുകൊണ്ട് കുറച്ചു നേരം കഴിയും. കൊള്ളാല്ലേ? ആ, വീടിന്റെ പ്ലാൻ കൊള്ളാം. വീടിന്റെ പ്ലാൻ അല്ല, മിഠായി കൊള്ളാന്ന്. അതാണാ പറഞ്ഞേ. പിന്നെ ഞാനൊരു ഡൗട്ട് വെച്ചോട്ടാ. അടുക്കളയുടെ ടൈൽ ഏതാ ഇടുന്നേ? അതേതെങ്കിലും ഇടാം. ബെഡ്റൂമിനെ പച്ച നിറം മതിയേ. പിന്നെ നടക്ക്. ശിവചേച്ചി, 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 ഇതിനിടയ്ക്ക് എവിടെ പോയതാ? അതില്ലേ, ചർച്ച ചെയ്ത് മിഠായി കട വരെ എത്തി. പിന്നെ മിഠായി വാങ്ങിച്ചിട്ട് ചർച്ച ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതിനു വേണ്ടി എന്തോ ചർച്ച ചെയ്യാനിരിക്കുന്നേ? ഇവിടുത്തെ മണ്ണ് ശരിയല്ലേ ചേച്ചി? ആണോ? അപ്പൊ ഇതിനു മുമ്പ് വീടൊക്കെ എവിടെന്നാ വെച്ചേ? അത് ഞാൻ വേറെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് പോയിട്ട് മണ്ണെടുത്തോണ്ടും വന്നതാ. എന്നാ പിന്നെ ഇപ്രാവശ്യം പോയി എടുത്തിട്ടോ? പറ്റില്ല. അതെന്ത്? അവിടെ ഇപ്പൊ പുതിയ വീടൊക്കെ വെച്ചു. എന്തൊക്കെ ന്യായങ്ങളുടെ ചേച്ചി. ആ പ്ലാൻ എടുത്തോണ്ട് വന്നാ എനിക്ക് കുറച്ച് ചിന്തിക്കാനുണ്ട്. രാവിലെ മുതൽ ചിന്തിക്കുമല്ലേ? അങ്ങനെ ചിന്ത തീരില്ല പാറു. മോനെ, അമ്മ ചോറ് കഴിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. ഇനി അതും കഴിക്കണോ? വേണം. ഇനി അതും കൂടെ കഴിക്കാനുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ചോറിന് മീനാണോ ഇറച്ചിയാണോ? അത് എന്റെ അടുത്തല്ല ചോദിക്കണ്ടേ, ആ അമ്മൂമ്മ എടുത്തോട്ട് ചോദിക്കും. അമ്മൂമ്മേ, ഇന്ന് ചോറിന് മീനാണോ ഇറച്ചിയാണോ? ഇവിടെ ചോദ്യം. കലാൻറ്റി, നല്ല മീൻ കുഴമ്പ് ഇருக்கு, മീൻ ഫ്രൈയും ഇருக்கு. ആണോ? എന്നാ പിന്നെ ഞാൻ മേടിച്ചോണ്ട് കഴിച്ചോളാം. അവിടെ ബീഫ് ഉണ്ട്. എന്നാ മേടിച്ചോണ്ട് ഇപ്പൊ പോവാണോ? ഞാൻ നമ്മുടെ വീടിന്റെ പണിയുണ്ടേ പോവുള്ളൂ. ഗൈസ്, തന്റെ ഐസ്ക്രീം വേണ്ടേ? എന്നാ രണ്ടുപേരും കൂടെ കഴിക്കേ. രണ്ടെണ്ണേ ഉള്ള. എനിക്കോ? നിനക്ക് വേണമായിരുന്നാ? പിന്നെ ഞാൻ എന്ത് കുട്ടിയല്ലേ? നാളെ കഴിച്ചേരെ. ഞാൻ അതാ മിണ്ടോ അമ്മ. ആ മിണ്ടായി കോച്ചേ. അതെ, എന്തായി വീടിന്റെ കാര്യം? പാറു, പ്ലാൻ കാണിച്ചു കൊടുക്ക്. ചേച്ചി, പ്ലാൻ കാണിച്ചു കൊടുക്ക്. കാണിച്ചു. എടാ ഭീകര, ഇത് കൊള്ളാലോ. നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നാ? നീ ഭാവിയിൽ വലിയൊരു എഞ്ചിനീയർ ആവണം. അതിനുള്ള കഴിവൊക്കെ ഈ ചെറുക്കിനുണ്ട്. മിട്ടുചേട്ടൻ വരച്ചല്ലേ? പിന്നെ ഇത് ശിവചേച്ചി വരച്ചതാ. ആഹാ, എന്തായാലും കൊള്ളാം. പക്ഷെ പ്ലാൻ എന്റെ ആയിരുന്നു. ആണല്ലേ? അത് മനസ്സിലായി. எனக்கு முதல்லே தெரியும் இவர் ரொம்ப சூப்பர்னு. മിട്ടുചേട്ടാ, വീടിന്റെ പണി ഇന്ന് തന്നെ തുടങ്ങണം. ഉള്ള ചെളിയും മണ്ണും ഒക്കെ എവിടുന്നാണെങ്കിലും സംഘടിപ്പിച്ചോ. അത് തന്നെ തുടങ്ങും പാറു. ഉള്ള മിഠായിയും ഐസ്ക്രീം ഒക്കെ കൊറേ ആയി. നാളെ തന്നെ എന്റെ വീട് കിട്ടിയില്ലെങ്കിലാ മിട്ടുപെട്ടു. പാറു, നീയേ അടുക്കളയിൽ പോയിട്ട് ഒരു കത്ത് എടുത്തോണ്ടും വാ. நான் போய் எடுத்துட்டு வரேனே. വേണ്ട, പാറു തന്നെ പോയി എടുത്തോണ്ടും വരണം. എന്തിനാ കത്തി? വീട് പണി തുടങ്ങണ്ടേ? അങ്ങനെയാണെങ്കിൽ ശരി, ഇത് പിടിച്ചേ, ഞാൻ പോയിട്ട് വരാവേ. ചേച്ചി, ഞാൻ പോട്ടെ. നീ എവിടെ പോണം? എനിക്ക് വീട് പണിയാണോടോ? നീയല്ലേ പറഞ്ഞ നീ കുറെ വീട് പണിതിട്ടുണ്ടെന്ന്. അതിനവളെ വിശ്വസിച്ചിരുന്നപ്പോ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? അടിപൊളി. ഇത് നിന്നെ കൊണ്ട് നടപടിയാവൂലെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അങ്ങനെ ഉണ്ണിയെ കണ്ട് അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. ശരി, താങ്ക്സ് ഫോർ ഐസ്ക്രീം. ആയിക്കോട്ടെ. ഇനിയുണ്ടോ? എന്ത് ഐസ്ക്രീം? നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ എവിടെ സ്ഥലം കിട്ടും. ശരി.